ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ പ്രിപ്പോസിഷൻ്റെ പാർട്ട് 3 ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് വെച്ചാൽ, ഒന്ന് വിത്ത്, രണ്ടാമത്തത് സിൻസ്, മൂന്നാമത്തത് ഫോർ. ആദ്യമായിട്ട് വിത്ത്. വിത്ത് പറഞ്ഞാൽ കൂടെ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം USA പോയി. അപ്പോൾ എന്താ പറയുക, ഐ along with my friends visited. അവിടെ വിസിറ്റ് ചെയ്തിരിക്കുന്ന USA. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം അമേരിക്ക വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വിത്ത് ആണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഷീ along with her cousins went to she along with her cousins went to ഓസ്ട്രേലിയ. എന്താണ് ഇത് പറയുന്നത്? അവൾ അവളുടെ കസിൻസും കൂടെ എവിടേക്ക് പോയിട്ടുണ്ട്? ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിത്ത് പറഞ്ഞിട്ട് കൂടെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ടൂള് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉപയോഗിക്കുകയാണ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൂൾസ് എന്ത് ടൂൾസാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുക വിത്താണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ കട്ട് എ ടൊമാറ്റോ വിത്ത് എ നെയ്ഫ്. അവളെന്താ ചെയ്തത്? ഒരു നെയ്ഫ് ഉപയോഗിച്ചിട്ട് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പറയേണ്ട സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? വിത്താണ് ഉപയോഗിക്കുക. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഹി പെയിന്റഡ് ദ ബിൽഡിംഗ് വിത്ത് ബ്രഷ്. എന്താ പറയുന്നത്? അവന് ആ ബിൽഡിംഗ് പെയിന്റ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രഷ് വെച്ചിട്ടാണ്. പെയിന്റിങ് ചെയ്തിരിക്കുന്നത് ബ്രഷ് വെച്ചാണ്. അപ്പോൾ ഹി പെയിന്റഡ് ദ ബിൽഡിംഗ് വിത്ത് ബ്രഷ്. അപ്പോൾ നമ്മൾ ഒരു ടൂളോ ഇൻസ്ട്രുമെന്റോ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വിത്താണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത്, നമ്മളൊരു പെക്യൂലിയാരിറ്റി പറയാണ്. എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളുടെ ക്വാളിറ്റി പറയണം. ഇപ്പോൾ ഒരു പെണ്ണിന് റെഡ് ഹെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക? എ ഗേൾ with red hair is standing. അപ്പോൾ എന്താണ് പറയുന്നത്? ചുവപ്പ് കളറുള്ള മുടിയുള്ള ഒരു ഗേള് നിന്നുകൊണ്ടിരിക്കുകയാണ്. എ ഗേൾ വിത്ത് റെഡ് ഹെയർ ഈസ് സ്റ്റാൻഡിങ്. ചുവന്ന കളർ തലമുടിയുള്ള പെൺകുട്ടി നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എ ഗേൾ വിത്ത് റെഡ് ഹെയർ ഈസ് സ്റ്റാൻഡിങ്. അപ്പോൾ ഈ റെഡ് ഹെയർ എന്നുള്ള ക്വാളിറ്റി, ആ ഗേളിന് റെഡ് ഹെയർ ഉണ്ട്, ആ ഒരു ക്വാളിറ്റി ഉണ്ട്, ആ അങ്ങനെയുള്ള ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക വിത്താണ്. ഇനി നോക്കാൻ പറയാം, ദ ബോയ് വിത്ത് ലോങ് ഹെയർ ഈസ് ഈറ്റിംഗ് ആപ്പിൾസ്. അപ്പം എന്താ പറയുക? അതായത് ബോയ്ക്ക് ലോങ് ഹെയർ എന്നുള്ള ക്വാളിറ്റി ഉണ്ട്, ലോങ് ഹെയർ എന്നുള്ള ഫീച്ചർ ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? ദ ബോയ് വിത്ത് ലോങ് ഹെയർ ഈസ് ഈറ്റിംഗ് ആപ്പിൾസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിത്ത് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് കണ്ടീഷൻ പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന് വിത്ത് കൂടെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. രണ്ടാമത്തെ ഒരു ടൂളോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റോ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ഉപയോഗിക്കുക? വിത്താണ് ഉപയോഗിക്കുക. അതുമാതിരി നമ്മളൊരു ഫീച്ചർ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക വിത്താണ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഫീലിങ്ങോടെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാനറോട് കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? നമ്മൾ വിത്താണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ വാസ് ട്രംബ്ലിംഗ് വിത്ത് ഫിയർ. നമ്മളൊരു കാര്യം എന്താ ചെയ്യുന്നത്? നമ്മൾ വർക്ക് ചെയ്യണം, പേടി കൊണ്ട് വർക്ക് ചെയ്യണം. നമ്മളൊരു ഇമോഷൻസ് കൊണ്ട് അല്ലെങ്കിൽ ഫീലിംഗ് കൊണ്ട് ചെയ്യുമ്പോഴുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? നമ്മൾ ഉപയോഗിക്കുക വിത്താണ് ഉപയോഗിക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണ്, ഡൂയിങ് സംതിങ് വിത്ത്
ഫീലിംഗ് ഓർ ഇമോഷൻ, അതിന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? വിത്ത് ആണ് ഉപയോഗിക്കുക. പിന്നെ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഷീ സ്പോക്ക് വിത്ത് കറേജ്. അവൾ എങ്ങനെയാണ് സംസാരിച്ചത്? കറേജോടുകൂടെ, ധൈര്യത്തോടുകൂടി സംസാരിച്ചു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണ്, അതൊരു ഫീലിംഗ്, ഒരു ഇമോഷനോടുകൂടിയാണ് പറയുക വെച്ചാൽ ആ ഇമോഷന്റെ മുമ്പിൽ എന്താ ഉപയോഗിക്കുക? വിത്ത് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് ഒരു മാനർ പറയണേ. എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ the boy was attending the class with patience. ആൺകുട്ടി എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ക്ഷമയോടുകൂടി. അപ്പൊ ഇങ്ങനെയുള്ള മാനേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ വിത്ത് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. വിത്ത് ഉപയോഗിക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് പറയുന്നത് കൂടെ എന്നുള്ള ഇതിലാണ് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു. He along with his friends went to USA. അപ്പോൾ ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വിത്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ she with her cousins went to visited ഓസ്ട്രേലിയ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ കൂടെ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് വിത്ത് ഉപയോഗിക്കും. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ കേസ് നമ്മൾ ടൂള് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ടൂൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ മുമ്പിൽ വിത്ത് ആണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഷീ കട്ട് എ ടൊമാറ്റോ. എന്തുകൊണ്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്? വിത്ത് എ നെയ്ഫ്. നെയ്ഫ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പറയാം ഷീ പെയിന്റഡ് ദ ബിൽഡിംഗ് വിത്ത് എ ബ്രഷ്. ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ആ ബിൽഡിംഗ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടൂൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ആ ഒരു സാധനം ചെയ്യാൻ വേണ്ടി ടൂൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഓരോരുത്തരുടെ ഫീച്ചേഴ്സ് പറയാൻ വേണ്ടിയിട്ട് അത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിത്ത് ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയണ വെച്ചാൽ ദ ബോയ് വിത്ത് ലോങ് ഹെയർ ഈസ് സ്റ്റാൻഡിങ്. നീളം മുടിയുള്ള ആൺകുട്ടി നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഫീച്ചറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ദ ഗേൾ വിത്ത് റെഡ് ഹെയർ ഈസ് വാക്കിംഗ് സ്ലോലി. അവിടെ ഗേളിന്റെ ഫീച്ചർ എന്താണ്? റെഡ് ഹെയർ ആണ്. അപ്പോൾ റെഡ് ഹെയറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? റെഡ് ഹെയറിന് മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വിത്ത് ഉപയോഗിക്കണം. ദ ഗേൾ വിത്ത് റെഡ് ഹെയർ ഈസ് വാക്കിംഗ് സ്ലോലി. ഇനി നമ്മൾ എന്താണ് അടുത്ത് പറഞ്ഞത്? നമ്മളൊരു എന്തെങ്കിലും ചെയ്യാണ്, എന്തെങ്കിലും ചെയ്യുന്നത് എന്ത് വെച്ചിട്ട്? നമ്മളുടെ ഒരു ഇമോഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഫീലിംഗ് വെച്ചിട്ടോ ചെയ്യുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വിത്ത് ഉപയോഗിക്കും. ഷീ സ്പോക്ക് വിത്ത് കറേജ്. ധൈര്യത്തോടു കൂടി സംസാരിച്ചു. ദ ഗേൾ വാസ് ട്രംബ്ലിംഗ് വിത്ത് ഫിയർ. ഭയത്തോടുകൂടി ആ പെൺകുട്ടി, ഭയം കൊണ്ട് പെൺകുട്ടി വർക്കുണ്ടായിരുന്നു. അപ്പൊ സംതിങ് ഡൂയിങ് വിത്ത് ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് ആണ് ഉപയോഗിക്കുക. ഇനി അടുത്തത് നമ്മളൊരു മാനർ പറയാണ്. അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? നമ്മൾ ഉപയോഗിക്കുക വിത്ത് ആണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയണ വെച്ചാൽ he sat in the classroom with patience. എന്താണ്? ക്ലാസ് റൂമിൽ എങ്ങനെയായിരുന്നത്? ക്ഷമയോടുകൂടി ഇരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക വിത്ത് ആണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു കൂടെ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് വിത്ത് ഉപയോഗിക്കാം. ഹി അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് വെന്റ് ടു USA. അവൻ അവന്റെ ഫ്രണ്ട്സിനോടൊപ്പം
USA പോയി. ഷീ വിത്ത് ഹെർ കസിൻസ് വിസിറ്റഡ് ഓസ്ട്രേലിയ. അവളുടെ കസിൻസിന്റെ കൂടെ ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കൂടെ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക വിത്ത് ആണ് ഉപയോഗിക്കുക. അടുത്ത നമ്മളൊരു ടൂൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഇൻസ്ട്രുമെന്റിന്റെ മുമ്പിൽ എന്താ ഉപയോഗിക്കുക? വിത്ത് ആണ് ഉപയോഗിക്കുക. ഷീ കട്ട് എ ടൊമാറ്റോ വിത്ത് എ നൈഫ്. അവൾ എന്താ ചെയ്തത്? ടൊമാറ്റോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിച്ചത്? ഒരു നൈഫ് ഉപയോഗിച്ച് അവൾ ടൊമാറ്റോ കട്ട് ചെയ്തു. അടുത്ത എന്താ എക്സാമ്പിൾ പറഞ്ഞത്? ഷീ പെയിന്റഡ് ദി ബിൽഡിംഗ് വിത്ത് എ ബ്രഷ്. ഒരു ബ്രഷ് ഉപയോഗിച്ച് അവൾ ബിൽഡിംഗ് പെയിന്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ടൂള് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. അപ്പൊ ആ ടൂളിന്റെ മുമ്പിൽ എന്താ ഉപയോഗിക്കുക? വിത്ത് ആണ് ഉപയോഗിക്കുക. ഇനി നമ്മൾ ഫീച്ചേഴ്സ് പറയാണ്. ഫീച്ചേഴ്സ് ദി ബോയ് വിത്ത് ലോങ് ഹെയർ ഈസ് സ്റ്റാൻഡിങ്. അപ്പൊ ബോയ്ക്ക് എന്താണ്? ആ ബോയുടെ ഫീച്ചർ എന്താണ്? പെർട്ടിക്കുലാരിറ്റി എന്താണ്? ലോങ് ഹെയർ ആണ്. അപ്പൊ ലോങ് ഹെയർ ഉള്ള ആൺകുട്ടി അവിടെ നിൽക്കുകയാണ്, നിന്നുകൊണ്ടിരിക്കുന്നു. നിൽക്കുകയാണെന്നല്ല, നിന്നുകൊണ്ടിരിക്കുന്നു. അതാണ് കറക്റ്റ്. ദ ഗേൾ വിത്ത് റെഡ് ഹെയർ ഈസ് വാക്കിംഗ് സ്ലോലി. എന്താണ്? പെൺകുട്ടി, ചുവന്ന കളറുള്ള പെൺകുട്ടി സാവധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഗേൾ വിത്ത് റെഡ് ഹെയർ, ആ ഗേളിന്റെ ഫീച്ചറായ റെഡ് ഹെയർ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക വിത്ത് ആണ് ഉപയോഗിക്കുക. ഷീ സ്പോക്ക് വിത്ത് കറേജ്. അവള് കറേജോടുകൂടി സംസാരിച്ചു. അപ്പൊ നമ്മളൊരു എന്തെങ്കിലും ചെയ്യുകയാണ്, ഒരു ഇമോഷൻ കൂടിയോ അല്ലെങ്കിൽ ഫീലിംഗ് വെച്ച് ചെയ്യുകയാണ് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വിത്ത് ആണ് ഉപയോഗിക്കേണ്ടത്. ദി ഗേൾ വാസ് ട്രംബ്ലിംഗ് വിത്ത് ഫിയർ. അടുത്തത് മാനർ. നമ്മൾ എന്തെങ്കിലും ചെയ്യണം, മാനർ, ഒരു മാനർ ഉണ്ട്, ഒരു പെരുമാറ്റമുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് വിത്ത് ആണ് ഉപയോഗിക്കേണ്ടത്. ഹി സാറ്റ് ഇൻ ദ ക്ലാസ് റൂം വിത്ത് പേഷ്യൻസ്. ഇതില്ലാതെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു കാര്യത്തിന്റെ കൂടെ നമ്മൾ ഒരാളുമായിട്ട് എഗ്രി ചെയ്യണം, ഒരു കാര്യത്തിലല്ല, നമ്മൾ ഒരു പേഴ്സണുമായിട്ട് എഗ്രി ചെയ്യണം വെച്ചാൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? നമ്മൾ വിത്ത് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ എഗ്രി വിത്ത് യു. ഞാൻ നിന്റെ അടുത്ത് സമ്മതിച്ചിരിക്കുന്നു. ഷീ എഗ്രീഡ് വിത്ത് മീ. അപ്പൊ നമ്മളൊരു പേഴ്സണുമായിട്ട് എഗ്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് വിത്ത് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത ഇതിലേക്ക് പോവാം. സിൻസ് നമ്മൾ പറയാ, സിൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഒരു പോയിന്റ് ഓഫ് ടൈമിന് പറയാൻ വേണ്ടിയിട്ടാണ് സിൻസ് ഉപയോഗിക്കാം. അത് മുതൽ, ഇങ്ങനെ അത് മുതൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ സിൻസ് ഉപയോഗിക്കുക സാധാരണ പെർഫെക്റ്റ് ടെൻസിലും അതുപോലെ തന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് യൂസ് ചെയ്യുക. ഈ പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഹാസ് ബാർ ഹാവ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോം. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ഹാഡ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോം. അതേസമയം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ ഹാസ് ബാർ ഹാവ് പ്ലസ് ബീന് പ്ലസ് വെർബിന്റെ ING ഫോം, അല്ലെങ്കിൽ ഹാഡ് ബാർ ബീൻ പ്ലസ് വെർബിന്റെ ING ഫോം. അപ്പൊ നമ്മൾ ആ ഒരു കാലം മുതൽ ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എടുക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 1990. 1990 മുതൽ ഞാൻ ഇവിടെ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ 1990 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇപ്പോഴും ജീവിക്കുകയാണ്, കുറെ കാലമായി ജീവിക്കുകയാണ്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുക. അത് മുതൽ നമ്മുടെ പെർഫെക്റ്റ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലും അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലെല്ലാം സിൻസ് ഉപയോഗിക്കും. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ഇന്ത്യ സിൻസ് 1990. ഓക്കെ, ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ഇന്ത്യ സിൻസ് 1990. ഞാൻ 1990 മുതൽ ഇന്ത്യയിൽ ജീവിക്കുന്നു. ഇനി ഹി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ് മുതൽ അവൻ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു പോയിന്റ് ഓഫ് ടൈമിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക സിൻസ് ആണ് ഉപയോഗിക്കുക.
നമ്മളിത് പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഉപയോഗിക്കും. ഇതേ കാര്യം he has been writing novels since last Monday. He has been writing novels since last Monday. അവൻ ലാസ്റ്റ് മൺഡേ മുതൽ നോവൽ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സിൻസ് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മൺഡേ പോയിന്റ് ഓഫ് ടൈമിൽ പറയുമ്പോൾ നമ്മൾ സിൻസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ലാസ്റ്റിന് മുമ്പ് ദാ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകൾ വരുന്ന സമയത്ത് നമ്മൾ വയ്ക്കുക ഫോർ ആണ് വയ്ക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റിന് മുമ്പിൽ ദാ എന്നുള്ള ആർട്ടിക്കിളൊക്കെ വന്നിട്ടുണ്ട് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുക ഫോർ ആണ് വയ്ക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ രാമു ആൻഡ് രാജു have been here since last Monday. What did I know? They have been here for the last Monday എന്നുള്ള അത് വരും. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫോർ ആണ്. ഫോർ എങ്ങനെയാണ്? ഫോർ ഡിനോട്ട് ചെയ്യുക നമ്മൾ ഒന്ന് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ ഫോർ ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഹി വർക്ക്ഡ് ഹാർഡ് ഫോർ സക്സസ്. സക്സസിന് വേണ്ടിയിട്ട് അവൻ ഹാർഡ് വർക്ക് ചെയ്തു. ഹി വെന്റ് ടു USA ഫോർ മീറ്റിംഗ് ഹിസ് ഗേൾ ഫ്രണ്ട്. അവൻ അമേരിക്കയിൽ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ടി എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് ഫോർ ഉപയോഗിക്കും. അതില്ലാതെ നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ പെർഫെക്റ്റ് ടെൻസിലും അതുപോലെ തന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് ഇത് ഉപയോഗിക്കാറ്. എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഹി ഹാസ് ബീൻ living in India for 5 years. അവൻ ഇന്ത്യയിൽ 5 വർഷമായി താമസിക്കുന്നു. അല്ലെങ്കിൽ she has been studying for 3 hours. അവൾ 3 മണിക്കൂറായി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ പീരീഡ് ഓഫ് ടൈമിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഫോർ ആണ് ഉപയോഗിക്കുക. ഈ ഫോർ എല്ലാ കാലത്തിലും ഉപയോഗിക്കാം. പെർഫെക്റ്റ് കണ്ടിന്യൂസിലും മാത്രമല്ല സാധാരണ ഇതിലും നമുക്ക് ഫോർ ഉപയോഗിക്കാം. അതേസമയം സിൻസ് സാധാരണ ഉപയോഗിക്കാം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പെർഫെക്റ്റ് ടെൻസിലുമാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുക. പിന്നെ ഫോർ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഈ കൈൻഡ്നസ്, സിമ്പതി, കമ്പാഷൻ ഇവയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക ഫോർ ആണ് ഉപയോഗിക്കുക. ഷീ ഹാസ് എ ഗ്രേറ്റ് സിമ്പതി ഫോർ poor people. അപ്പം ഇങ്ങനെ നോണൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫോർ ആണ് ഉപയോഗിക്കുക. അതേസമയം വെർബ് വരികയാണ്. ഇപ്പൊ സിമ്പതൈസ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക വിത്ത് ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഈ കൈൻഡ്നസ്, സിമ്പതി, കമ്പാഷൻ എന്നുള്ള നോണിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക സാധാരണ ഫോർ ആണ് ഉപയോഗിക്കുക. അതേസമയം ഈ സിമ്പതൈസ് പറഞ്ഞിട്ടുള്ള വെർബിൻ്റെ കൂടെ ഉപയോഗിക്കുക വിത്ത് ആണ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഒന്ന് പഠിച്ചത് നമ്മളൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് നേരെ എക്സാമ്പിളിലേക്ക് പോകാം. ആദ്യം പറഞ്ഞത് നമ്മൾ വിത്ത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. വിത്ത് കൂടെ ടൂൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുമ്പോൾ, അതുപോലെ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഒരു ഇമോഷൻ്റെ കൂടെ ഫീലിങ്ങോടെ ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഒരു മാനറോട് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ ഒരു പേഴ്സണുമായിട്ട് എഗ്രി അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ഉപയോഗിക്കുക വിത്താണ് ഉപയോഗിക്കുക. അടുത്തത് സിൻസ് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റിലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ പോയിന്റ് ഓഫ് ടൈമിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുക.
സിൻസ് മോർണിംഗ്, സിൻസ് 1990, സിൻസ് ലാസ്റ്റ് ഫ്രൈഡേ. ഈ ലാസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് അങ്ങനെയുള്ള അവിടെയൊക്കെ വരുന്ന സമയത്ത് ദാ മറ്റേ ഉണ്ടെങ്കിൽ അവിടെ വരിക ഫോർ ആയിരിക്കും വരിക. അത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ഫോർ നമ്മൾ ഉപയോഗിക്കുക വേണ്ടി എന്നുള്ള അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. ഹി വർക്ക്ഡ് ഹാർഡ് ഫോർ സക്സസ്, സക്സസിന് വേണ്ടി വർക്ക് ചെയ്തു. ഹി വെന്റ് ടു USA ഫോർ മീറ്റിംഗ് ഹിസ് ഗേൾ ഫ്രണ്ട്, അവൻ അമേരിക്കയിലേക്ക് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. അതേപോലെ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഫോറാണ് ഉപയോഗിക്കുക. നമ്മൾ പെർഫെക്റ്റ് ആയാലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ സാധാരണ എല്ലാം നമ്മൾ ഉപയോഗിക്കുക ഫോറാണ് ഉപയോഗിക്കുക. ഹി ഹാസ് ബീൻ ലിവിങ് ഇന്ത്യ ഫോർ 5 years, അവൻ ഇന്ത്യയിൽ 5 വർഷമായി താമസിക്കുന്നു. ഷി ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours, അവൾ 3 മണിക്കൂറായി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമാതിരി കൈൻഡ്നസ്, സിമ്പതി, കമ്പാഷൻ തുടങ്ങിയ നോമിനിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഫോറാണ് ഉപയോഗിക്കുക. ഷി ഹാസ് ഗ്രേറ്റ് സിമ്പതി ഫോർ പുവർ പീപ്പിൾ. അതേസമയം സിമ്പതൈസിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക വിത്ത് ആണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഷീ കട്ട് ദ പേപ്പർ വിത്ത് എ നൈഫ്, അവൾ എങ്ങനെയാണ് പേപ്പർ കട്ട് ചെയ്തത്? നെയ്ഫിൻ്റെ കൂടെ. ഇവിടെ കണ്ടല്ലേ നമ്മളൊരു ടൂൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുക? ഷീ കട്ട് ദ പേപ്പർ വിത്ത് എ നൈഫ്, ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തു. ഹി റോട്ട് എ ലെറ്റർ വിത്ത് എ പെൻ ഉപയോഗിച്ച് കട്ട് ചെയ്തു. ദ ചൈൽഡ് പ്ലേഡ് വിത്ത് ഹിസ് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചു. ഷീ ഡെക്കറേറ്റഡ് ദ റൂം വിത്ത് ഫ്ലവേഴ്സ് കൊണ്ട് അവൾ റൂം അലങ്കരിച്ചു. ഹി സ്പോക്ക് വിത്ത് കോൺഫിഡൻസ്, അവൻ എന്ത് ചെയ്തു? ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു. എഗ്രി വിത്ത്, ഒരു പേഴ്സൻ്റെ കൂടെ എഗ്രി ചെയ്യുമ്പോൾ വിത്ത് ആണ് ഉപയോഗിക്കുക. ദ മാൻ ഫോട്ട് വിത്ത് കറേജ്, എന്താ ചെയ്തത്? മാന് ധൈര്യത്തോടു കൂടെ പോരാടി. ഷീ മിക്സ്ഡ് മിൽക്ക് വിത്ത് ഷുഗർ, അവൾ പാലിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഷുഗർ മിക്സ് ചെയ്തു. ഹി ഓപ്പൺ ദ ഡോർ വിത്ത് എ കീ, അവൾ ഡോർ എങ്ങനെ ഓപ്പൺ ചെയ്തത്? കീ ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ ചെയ്തത്. ദ ടീച്ചർ എക്സ്പ്ലെയിൻഡ് വിത്ത് എക്സാമ്പിൾ, ടീച്ചർ എന്ത് ചെയ്തു? എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ദ ബേബി സ്ലീപ്സ് വിത്ത് ഹിസ് മദർ, ബേബി ആരുടെ കൂടെയാണ് ഉറങ്ങുന്നത്? മദറിൻ്റെ കൂടെയാണ് ഉറങ്ങുന്നത്. ഷീ കവേർഡ് ദ ടേബിൾ വിത്ത് ക്ലോത്ത്, ടേബിൾ കവർ ചെയ്ത് എന്ത് വെച്ചിട്ടാണ്? ക്ലോത്ത് വെച്ചിട്ടാണ്, വിത്ത് ക്ലോത്ത്. ഹി സോൾവ്ഡ് പ്രോബ്ലം വിത്ത് ഈസ്, അവൻ ഈസി ആയിട്ട് പ്രോബ്ലത്തിന് സോൾവ് ചെയ്തു. They welcomed us with smiles, നമ്മളൊരു മാനർ കാണിക്കണേ. നമ്മളിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? പുഞ്ചിരിച്ചാണ് സ്വീകരിച്ചത്. She greeted me with respect. The dog ran with joy. He faced the challenge with bravery. She cleaned the door with water. He treated everyone with kindness. The house was filled with happiness. അപ്പോൾ ഇവിടെയെല്ലാം എന്താണ് നമ്മൾ വിത്ത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള എക്സാമ്പിൾ നോക്കി. ഇനി അടുത്ത് നമുക്ക് സിൻസ് നോക്കാം. ഐ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് 2010, ഞാൻ ഇവിടെ 2010 മുതൽ ജീവിക്കുന്നുണ്ട്. ഷീ ഹാസ് ബീൻ ഇൽ സിൻസ് മൺഡേ, തിങ്കളാഴ്ച മുതൽ അവൾ അസുഖബാധിതയായിരുന്നു. ഹി ഹാസ് വർക്ക്ഡ് ഹിയർ സിൻസ് ലാസ്റ്റ് ഇയർ, അവൻ ഇവിടെ കഴിഞ്ഞ വർഷം മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം മുതൽ അവർ രണ്ടുപേർക്കും പരസ്പരം അറിയാം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ശരിക്കുള്ള അർത്ഥം വരിക. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ കൊണ്ടേയിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് വരിക. രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഷി ഹാസ് നോട്ട് ഈറ്റൻ സിൻസ് നോൺ, ഉച്ച മുതൽ അവൾ കഴിച്ചിട്ടില്ല. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് സിൻസ് 5 o'clock, 5 മണി മുതൽ അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. The shop has been closed since yesterday. I have loved music since my school days. എൻ്റെ സ്കൂൾ ഡേയ്സ് മുതൽ ഞാൻ മ്യൂസിക് സ്നേഹിക്കുന്നു. She has changed a lot since marriage. കല്യാണത്തിന് ശേഷം അവൾ ഒരുപാട് മാറി. മാരേജ് മുതൽ അവൾ ഒരുപാട് മാറി. The road has been under repair since June. The road has been under repair since June. ജൂൺ മുതൽ റോഡ് റിപ്പയറിലാണ്. He has been absent since Friday. Friday മുതൽ അവൻ ആബ്സെന്റ് ആണ്. They have stayed here since January. അവരിവിടെ ജനുവരി മുതൽ താമസിക്കുന്നു. The child has been crying since dawn. She has worn classes since childhood. The rule has existed since independence. He has been busy since morning. The machine has stopped working since last week. I have not seen him since then. She has been studying English since 2020. ഇനി നമുക്ക് ഫോർ വെച്ചിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. I waited for 2 hours. 2 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തു.
അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മൾ ഈ സിൻസ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല. പെർഫെക്റ്റ് ടെൻസിലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് സിൻസ് ഉപയോഗിക്കുക. അതേസമയം ഫോർ നമുക്ക് എല്ലാ ടെൻസിലും ഉപയോഗിക്കാൻ പറ്റും. ഷീ ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. അവളിവിടെ 10 വർഷമായി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് ഫോർ ഉപയോഗിച്ചിരിക്കുന്നത്. ഹി വർക്ക്ഡ് ഹാർഡ് ഫോർ സക്സസ്. സക്സസിന് വേണ്ടി അവൻ വർക്ക് ചെയ്തു. ദേ സ്റ്റേഡ് ദർ ഫോർ എ വീക്ക്. അവരവിടെ ഒരാഴ്ച താമസിച്ചു. ദ ബേബി ക്രൈഡ് ഫോർ എ ലോങ് ടൈം. ബേബി ഒരുപാട് നേരം കരഞ്ഞു. ഷീ പ്രിപ്പയർഡ് ഫോർ ദി എക്സാം. അവൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഹി അപ്പോളജൈസ് ഫോർ ഹിസ് മിസ്റ്റേക്ക്. അവന്റെ മിസ്റ്റേക്കിന് വേണ്ടി അവൻ മാപ്പ് അപേക്ഷിച്ചു. വി വെന്റ് ദർ ഫോർ ഷോപ്പിംഗ്. ഞങ്ങൾ അവിടെ പോയത് ഷോപ്പിങ്ങിനാണ്. ദ മെഡിസിൻ ഈസ് യൂസ്ഫുൾ ഫോർ ഫീവർ. ഫീവറിന് വേണ്ടി ദി മെഡിസിൻ യൂസ്ഫുൾ ആണ്. ഹി സേവ്ഡ് മണി ഫോർ ദ ഫ്യൂച്ചർ. ഭാവി കാലത്തിന് വേണ്ടി പണം സേവ് ചെയ്തു. ഷീ താങ്ക്ഡ് മീ ഫോർ മൈ ഹെൽപ്പ്. എന്റെ ഹെൽപ്പിന് അവൾ നന്ദി പറഞ്ഞു. ദേ ഫോട്ട് ഫോർ ഫ്രീഡം. അവര് ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. ദ ഗിഫ്റ്റ് ഈസ് ഫോർ യു. ഈ ഗിഫ്റ്റ് നിനക്ക് വേണ്ടിയാണ്. ഈ ഗിഫ്റ്റ് നിനക്ക് വേണ്ടിയാണ്. ഷീ പ്രാക്ടീസ്ഡ് ഡെയിലി ഫോർ ഇംപ്രൂവ്മെന്റ്. ദ ലെഫ്റ്റ് ഫോർ ഡൽഹി യെസ്റ്റർഡേ. ദ മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ്. ഐ സ്റ്റഡിഡ് ഹാർഡ് ഫോർ ദ ടെസ്റ്റ്. ഹി വർക്ക്ഡ് ഫോർ ഹിസ് ഫാമിലി. ഷീ വെയിറ്റഡ് പേഷ്യൻലി ഫോർ ദ റിസൾട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.